തീപിടിച്ചവരിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധങ്ങളായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയി കർത്താവിനെ കണ്ടുമുട്ടി ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നിരവധി വ്യക്തികളെ തീപിടിച്ചവർ എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവവുമായി ഇന്ന് ഒരാൾ നമ്മളോടൊപ്പം പങ്കുചേരുകയാണ്. സാധാരണ ഈ കള്ള് ഷാപ്പിലൊക്കെ ജോലി ചെയ്ത് അല്ലെങ്കിൽ മദ്യപാനികളായിരുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ ഒരു നവീകരണ ധ്യാനം കൂടി പിന്നീട് ദൈവാനുഭവത്തിലേക്ക് വന്നിട്ടുള്ള ഒത്തിരി പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നവീകരണ അനുഭവത്തിൽ വന്നതിന് ശേഷം പിന്നീട് ചാരായ ഷാപ്പിൽ ജോലി ചെയ്യുകയും ഒടുക്കം താൻ ജോലി ചെയ്തിരുന്ന ചാരായ ഷാപ്പ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ചാരായ ഷാപ്പും പൂട്ടിച്ച് ജോലിയിൽ നിന്ന് ഇറങ്ങി പിന്നെ കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്കായി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ബ്രദർ തങ്കച്ചൻ പാമ്പാടുംപാറ, കാഞ്ഞിരപ്പള്ളി രൂപതാംഗം, കട്ടപ്പനയിൽ താമസിക്കുന്നു. ബ്രദറെ, സ്വാഗതം. നമ്മുടെ ഈ ശുശ്രൂഷയിലെ ഒത്തിരി പേര്, അതായത് കള്ളുഷാപ്പ് ജോലി ചെയ്തിരുന്നവർ, ഭയങ്കര കള്ളുകൂടിയന്മാർ, പിന്നെ ഷാപ്പ് കോൺട്രാക്ടർമാർ, ചെത്തുകാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ഈ ശുശ്രൂഷയിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ മാനസാന്തരപ്പെട്ട അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സംശയം, ഈ കള്ളും കരിസ്മാറ്റിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 11 അംഗമുള്ളൊരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. 7 ആണും 4 പെണ്ണുങ്ങളും. എൻ്റെ ഫാദർ ഒരു കെട്ടിടങ്ങളുടെ പണികളൊക്കെ നടക്കുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ എൻ്റെ ചാച്ചനൊരു ബലഹീനതയുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ പകൽ മുഴുവനും കരിങ്കല്ല് തല്ലിപ്പണിയും രാത്രി ചീട്ട് കളിക്കുന്നൊരു പ്രവണതയുണ്ടായിരുന്നു. പിന്നെ അമ്മ ഇടക്കാലം കൊണ്ട് വലിയ രോഗിയായി മാറി. അപ്പം എൻ്റെയൊക്കെ ബാല്യകാലങ്ങൾ എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു. കാരണം അമ്മയ്ക്ക് രോഗം വരും. ഞാനൊക്കെ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് മാസത്തിൽ ഒരു 3-4 ദിവസം അമ്മ വീട്ടിൽ നിന്നാലോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആശുപത്രി കൊണ്ടുള്ളൊരു ജീവിതമാണ്. അപ്പം പലപ്പോഴും അമ്മ അസുഖമായിട്ട് വളരെ വേദനിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നാളുകളേറെയാണ്. എൻ്റെ ഒരു ചെറുപ്പം മുതലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ പഠിക്കാൻ വളരെ പുറകോട്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ തോറ്റുമൊക്കെ ആയിട്ടൊരു 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ വേദപാഠത്തിന് ഞാൻ തോക്കാതെ 8ാം ക്ലാസ് വരെ പഠിച്ചു. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമ്മ ഞങ്ങൾക്ക് എപ്പോഴും ദൈവികമായ കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. പള്ളി 11 മക്കളായിരുന്നു. ഞങ്ങൾ 11 മക്കളാണ്. അപ്പം പള്ളി കാര്യങ്ങളിൽ എനിക്ക് പണ്ട് മുതലേ താല്പര്യമാണ്. പിന്നീട് പഠിത്തം നിർത്തി കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പള്ളിയിൽ കപ്പിയാരായിട്ട് കുറച്ച് നാൾ. 5ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തുമ്പോൾ വീട്ടുകാരും നിർബന്ധിച്ചില്ലേ തുടർന്ന്? അന്നത്തെ കാലത്ത് ഇപ്പം അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം 11 പേരുണ്ടല്ലോ. വലിയ പഠിത്തമൊന്നും അങ്ങനെ ഇതേക്കുറിച്ചുള്ള വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്നുള്ളതൊന്നുമില്ല. ആരും നിർബന്ധിച്ചൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ഉഴപ്പായിരുന്നു പഠിക്കാനായിട്ട്. ചെറുപ്പത്തിലെ എൻ്റെ ജീവിത ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളോട് മുഴുവനും ഞാൻ എന്തെങ്കിലും വിധത്തിലൊരു അലമുണ്ടാക്കിയിരിക്കും. ഇത്രയും പേരുണ്ടല്ലോ. ഇങ്ങനെ ജീവിച്ചു പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്നെ പല സ്ഥലങ്ങളിൽ, അതായത് പഠിത്തമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചില വീടുകളിലൊക്കെ വേലയ്ക്ക് നിൽക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ 11 മക്കളുള്ള കുടുംബം കഴിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അതെ. അപ്പൻ എന്തായിരുന്നു ബിസിനസ് ഒക്കെ? വേറെ ബിസിനസ് ഇല്ല. അച്ഛനിങ്ങനെ കെട്ടിടങ്ങളുടെ പണി ചെയ്യും. മേസ്ത്രിപ്പണിയായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ കരിങ്കല്ല് തല്ലി പണിയുക, അതാണ് അപ്പൻ്റെ ഒരു ഇതുള്ളത്. ഇച്ചിരി അരി മേടിച്ചുകൊണ്ട് തരും, അല്ലെങ്കിൽ അതിനുള്ള ഇച്ചിരി അത്യാവശ്യ സാധനങ്ങളെ തരുള്ളൂ. പട്ടിണി കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. പിന്നീട് ഞങ്ങളെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകാനായിട്ടൊക്കെ തുടങ്ങി. ഞാൻ പല വീടുകളിൽ അല്ലെങ്കിൽ കാടി എത്താനും അങ്ങനെയൊക്കെ പോകും. പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കരമായി ശ്വാസം മുട്ടൽ രോഗം ഉണ്ടായിരുന്നു. അലർജി ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ മഴ നനയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അലർജിയൊക്കെ വന്ന് നവീകരണത്തിൽ വന്ന് ഏതോ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ എൻ്റെ ഈ ശ്വാസം മുട്ടൽ രോഗമൊക്കെ പൂർണ്ണമായിട്ട് മാറിപ്പോയത്. അതിനുശേഷം പിന്നെ ശുശ്രൂഷയിൽ പോലും അതെനിക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം അനേകർ ഈ ശ്വാസം മുട്ടൽ രോഗമായിട്ട് കടന്നു വരുന്നവർക്ക് ഇത് മാറുന്നതായിട്ട് ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കർത്താവ് ഈ നവീകരണ അനുഭവത്തിൽ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇതിങ്ങനെ വന്നു. ഞാനിങ്ങനെ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് കളികളായിട്ടൊക്കെ നടക്കുകയാണ്. പകൽ സമയങ്ങളൊക്കെ ക്ലബ്ബിൽ അല്ലെങ്കിൽ ചെസ്സ് കളിക്കുക, അല്ലെങ്കിൽ ക്യാരംസ് കളിക്കുക, അങ്ങനെ. കാരണം വീട്ടിലങ്ങനെ ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇപ്പം അങ്ങനെ അങ്ങ് പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞേച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരിതം നിറഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആസ്വദിക്കുന്നതാകെ ഈ ക്ലബ്ബിൽ പോയിട്ടുള്ള പരിപാടികളാണ്. വൈകുന്നേരങ്ങളിൽ ഷട്ടിൽ കളിക്കാൻ പോവും, അല്ലെ പന്ത് കളിക്കാൻ പോവുക, ക്രിക്കറ്റ് കളിക്കാൻ പോവുക, രാത്രി മുഴുവൻ കാർന്നന്മാർ കൂടെ ചീട്ട് കളിക്കുക.
അങ്ങനെ ഒരു ശീലം കാരണവരുടെ ഇതിൽ നിന്ന് അങ്ങനെ എന്തോ എനിക്കും അങ്ങനെ ഒരു ശീലം എന്നിൽ വന്നു. പൈസ വെച്ചൊന്നുമല്ല, ചുമ്മാ സമയം കളയാണ്. ഇപ്പം ഇങ്ങനെ അങ്ങനെ ജീവിക്കുന്ന അവസരത്തിൽ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്നും നമ്മുടെ വീടുകളിൽ ഇന്നത്തെ പോലെ ഒന്നും ഇല്ല. ഞങ്ങളുടെ ആ പ്രദേശത്ത് ഒരു വീട്ടിലാണ് സിനിമയുള്ളത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ ചെറുപ്പക്കാരെല്ലാം കൂടി ഇങ്ങനെ സിനിമ കാണാനായിട്ട് വന്നിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങള ധ്യാനമൊക്കെ കൂടി, പുള്ളി കരിസ്മാറ്റിക് ധ്യാനം കൂടി, പുള്ളി ഇങ്ങനെ കുറച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇറങ്ങുമായിരുന്നു. കാരണം ചോദിച്ചാൽ കുറേ പുസ്തകങ്ങളൊക്കെ കൊടുക്കുക, ഇങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെ വന്ന് ഒരു ദിവസത്തിൽ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന അവസരത്തേക്ക് ഈ പുള്ളിക്കാരൻ ഇഞ്ഞ് കയറി, അമ്മാവനിഞ്ഞ് കയറി വരികയാണ്. കയറി വന്നേച്ച് എന്നോട് പറഞ്ഞു, എടാ നീ വീട് വരെ വരാൻ പറഞ്ഞു. ചെറു സന്ധ്യയായി. അപ്പം നല്ല സിനിമ വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസാണ്. ഈ സിനിമ കണ്ടുപിടിക്കുമ്പം പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് വയറിന് ഭയങ്കര അസുഖമാണെന്ന് പറഞ്ഞു. അഭിനയിക്കാൻ അന്ന് ഭയങ്കര മെടുക്കനാണ്. അപ്പോൾ വയറിൽ അസുഖമെന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞു, നിൻ്റെ വീട് വരെ വന്നാൽ മതി. അപ്പോൾ പുള്ളിയുടെ വീട് കുറേ ദൂരം പോകണം, നിൻ്റെ വീട് വരെ വന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ പുളിയമ്മലയിൽ ഒരു ധ്യാനമുണ്ട്, നീ ആ ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, അമ്മാവനോ പുള്ളിക്കാരൻ ഇങ്ങനെ ധ്യാനം കൂടി വട്ട് പിടിച്ച് നടക്കാമെന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. എന്താണെങ്കിലും അമ്മാവനല്ലേ, ഞാനിങ്ങനെ കൂടെ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേനും വരും, നീ റെഡി ആയിട്ടിരുന്നേക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ റെഡി ആയിട്ടിരുന്നേക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചത് പുള്ളി 8 മണിക്കല്ല വരുന്നത്, ഒരു 6 മണിക്ക് അങ്ങോട്ടെങ്കിലും വിട്ട് പോയാൽ മതിയല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ അന്ന് കിടക്കുമ്പം ഈ പുള്ളിക്കാരൻ രാവിലെ ഒരു 5 മണിയായപ്പോഴത്തേനും വീട്ടിൽ വന്നു. അപ്പോൾ പിടിച്ച പിടിയെ നമ്മുടെ പുറകെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയായി. പിന്നെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടകത്ത് കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തിടിയിച്ച് എന്നെ കൊണ്ട് പോവാണ്. അപ്പോൾ പോയപ്പോൾ എന്നോട് ഇപ്പോൾ ഞാൻ പല ഒഴിവുകളും പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് ധ്യാനം കൂടാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, നിൻ്റെ പൈസ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അന്നും കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ അഭിമാനിയാണ്. അപ്പോൾ എന്നിട്ട് പുളിയമ്മലൊരു ധ്യാനം നടക്കുകയാണ്. അവിടെ ഒരു പുതിയ അത്തച്ചെന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് എന്നെ കൊണ്ട് ഈ അമ്മാവൻ കൊടുത്തിട്ട് പറയുകയാണ്, അച്ഛാ ഇത് പൈസ ഇല്ലാത്ത വീട്ടിലെ കൊച്ചാ, ഇവനെ അങ്ങോട്ട് ധ്യാനത്തിരുന്നെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മാവനോട് വന്ന കലിയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഈ പുതിയാത്തച്ഛൻ അന്നേരം എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി. എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഒരു അച്ഛന്മാരോടൊക്കെ പണ്ട് മുതലേ എനിക്ക് വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ ധ്യാനത്തിനിരുന്നു. എന്നെ ഒരു ആൽബർട്ട് ജോൺ കോട്ടയം അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനമായിരുന്നു. 35 ചെറുപ്പക്കാരെങ്ങാണ്ടുള്ള അന്ന് ആ ധ്യാനത്തിൽ പിന്നെ പാട്ടുകാരൊന്നുമില്ല. ഞാൻ പണ്ട് പോലെ ഇങ്ങനെ ചില സിനിമാ പാട്ടുകളൊക്കെ പാടി അല്ലെ ഭക്തിഗാനമൊക്കെ പാടി കിടക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി ഇട കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ പാട്ട് പാടി പ്രത്യേകിച്ച് ധ്യാനഗുരു ഒരു പ്രത്യേകമായൊരു സ്നേഹം എന്നോട് തോന്നി. കുട്ടി ഇന്ന പാട്ട് പാടുന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുക. പുള്ളി ഒരു അധ്യാപകനാണ്, നല്ലൊരു ധ്യാനഗുരുവായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടി എനിക്ക് ഇന്നത്തെ പോലെ അത്ഭുതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൈവസ്നേഹമാ, യേശു രക്ഷകന, അതുമായി ബന്ധപ്പെട്ട ചില ബൈബിളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൊരു ധ്യാനങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ മനസ്സിൽ നിന്നൊരു ഭാരമൊക്കെ ഇറക്കി വെച്ചൊരു ഫീലുണ്ട് നന്നായിട്ട്. അങ്ങനെ ഒരു സമാധാനത്തോടെ ഞാൻ ധ്യാനം കഴിഞ്ഞ് ഞാൻ പാമ്പാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ അവിടെ വന്നിറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടെല്ലാം വന്ന് കടപ്പാടമൊക്കെ വിൽക്കേണ്ട സ്ഥലമെല്ലാം വിറ്റുപോയി നേരത്തെ. അപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മാസം ഒരു 60 രൂപ വാടക കൊടുത്താൽ മതി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ ധ്യാനം പോയിട്ട് തിരിച്ചു വന്നു. ദൈവസ്നേഹ യേശുരക്ഷകനാന്നൊക്കെ പറഞ്ഞ് വന്നിറങ്ങി ഈ വാടക വീട്ടിൽ ചെല്ലുമ്പോൾ അത് പൂട്ടിയിട്ടേക്കുക. അത് പൂട്ടിയിട്ടപ്പോഴത്തേക്കും നമുക്ക് ആകെപ്പാടെ ഒരു ഇതായപ്പോൾ ഞാൻ അന്വേഷിച്ചു. ഏതാ വീട്ടുകാരില്ല. കാരണം അങ്ങനെ പൂട്ടിയിട്ട് പോകേണ്ട സാഹചര്യം. കാരണം എനിക്ക് 4 പെങ്ങന്മാരുണ്ട്. ഒരു പെങ്ങളെ വിവാഹം ചെയ്ത് അയച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അമ്മ രോഗിയാണ്. അപ്പോൾ ഒരു കാരണവശാൽ ഇവരെല്ലാവരും കൂടെ പോകാൻ വഴിയില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറിത്തരണമെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ചെറിയ വീട്, അതിൽ പുള്ളിയുടെ പശുക്കൂട്, അതിനകത്ത് പകുതി ചാക്ക് വെച്ച് മറിച്ച് ആടിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പകുതി സ്ഥലം തരികയാണ്. അത് ചാക്ക് വെച്ച് മറിച്ച് വേറെ അടവറവൊന്നും ഇല്ല. അപ്പം ഞാൻ വന്ന് ഇറങ്ങുന്നത് ഈ പശുക്കൂടിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ വാതിക്കൽ നിന്നിട്ട് എനിക്ക് അകത്തോട്ട് കയറാനൊരു എന്താ പറയണ്ടേ. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ഓർത്ത്, ദൈവമേ സ്നേഹമാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ രക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണല്ലോ അനുഭവം എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ശരിക്കും നിങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നു ഈ സമയത്ത്? ഒരു പെങ്ങളെ കെട്ടിച്ചു വിട്ടു? എൻ്റെ 2 ചേട്ടന്മാർ വിവാഹം കഴിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ആ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 8 പേരുണ്ട്. 8 പേരും അപ്പനും അമ്മയുണ്ട്. ഈ പശുത്തൊഴുത്തിനകത്ത്, അതെ, ഈ ഒരു ഇതിനകത്താണ് ഞങ്ങൾ കിടക്കേണ്ടത്. അപ്പം ഞാനിവിടെ വന്നു. എനിക്ക് ആകെപ്പാടെ ഒരു സങ്കടമായി.
അപ്പം നമ്മുടെ ഒരു ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും ദുരിതം നിറഞ്ഞു പോകുന്നൊരു ജീവിതമാണ്. അപ്പോൾ ഈ ഇച്ചിരി ആശ്വാസം കിട്ടിയാണ് നമ്മൾ ധ്യാനത്തിൽ നിന്ന് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഈ അവസ്ഥയോർത്ത് ഞാൻ കരഞ്ഞിട്ട് കണ്ണുനീര് തുടയ്ക്കാൻ ഞാനിങ്ങനെ കണ്ണടച്ചപ്പോഴാണ് പുൽക്കൂട്ടി പറന്ന് കിടക്കുന്ന ഈശോ എന്നെ നോക്കി ചിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടയ്ക്കുന്നു, ഈശോ എന്നെ പുൽക്കൂട്ടി കിടന്ന് എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു തോന്നലിങ്ങനെ വരികയാണ് ഭയങ്കരമായിട്ട്. നീ ഇവിടെയും കരയാതിരിക്കാനാണ് നിനക്ക് വേണ്ടി ഞാൻ കാലിത്തൊഴുത്തിൽ പറഞ്ഞത്. ആ സങ്കടം ഒരു കാർമേഘം മാറിപ്പോകുന്ന പോലെ എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് മാറി അങ്ങ് പോയി. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങ് ആസ്വദിക്കുകയാണ്. കാരണം യേശു കിടന്ന പശുക്കൂട്ടിൽ എനിക്ക് കിടക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് പിന്നീടായത്. 1.5 വർഷക്കാലം ഞങ്ങൾ അവിടെ കിടന്നു. പിന്നീടാണ് ഞങ്ങളൊരു ചെറിയ 1.5 വർഷക്കാലം നിങ്ങൾ ഈ 8 മക്കളും അപ്പനും അമ്മയും കൂടെ ഈ ഒരു ഞാൻ പറഞ്ഞത് അമ്മയും പെങ്ങന്മാരും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് തങ്ങുന്നത്. ബാക്കി ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലബിലും ചിലപ്പോൾ അയൽവക്കത്തെ വീടുകളിലൊക്കെ പോയി കിടന്നൊരു കാലഘട്ടമുണ്ട് എൻ്റെയൊക്കെ ജീവിതത്തിൽ. പിന്നെ ഒരു ചേട്ടന് അപ്പോൾ വേറെ ചാരായിക്കട ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ തൊട്ട് മൂത്ത ബ്രദർ. ബാക്കി 2 ബ്രദേഴ്സ് വേറെ പോയാൽ. ഈ സമയത്ത് ബ്രദറിന് എത്ര വയസ്സുണ്ട്? എനിക്ക് ഒരു 15-18 വയസ്സിന് താഴെ കാണാൻ സാധ്യതയുള്ളൂ. അത്രയേ ഉള്ളൂ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഒരു അവസ്ഥ ഇതാണ്. പിന്നീട് ഞങ്ങൾ ഒരു 1.5 വർഷത്തോളം അവിടെ താമസിക്കാനായിട്ട് ഇടയായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു വീട് വെച്ച് ചെറിയൊരു വീട് വെച്ച് താമസിച്ചു. ഈ താമസിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് എൻ്റെ ബ്രദർ ചാരായിക്കട ജോലി ചെയ്യുന്നത്. ആകെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടന് കിട്ടുന്ന ശമ്പളമാണ്. മറ്റ് 2 ബ്രദേഴ്സ് വേറെ പോയി, ബാക്കിയുള്ളവരൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ, വലിയ വരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട്, എന്നാലും ഒരു പ്രത്യേക ഒരു ജീവിത ശൈലിയായിരുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു വലിയ വഴിത്തിരിവ് ഇവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ നവീകരണ ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് എവിടെ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയപ്പോൾ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് കൂട്ടായ്മ, ജീസസ് യൂത്തിൻ്റെ കൂട്ടായ്മ, അതുപോലെ തന്നെ കരിസ്മാറ്റിക്കിൻ്റെ ഹൈറേഞ്ച് മേഖലയിൽ ഞാനൊരു ആക്റ്റീവ് മെമ്പറായി. അവിടെ ഏത് പരിപാടിക്ക് ഞാനുണ്ടാകും. പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ പിന്നീട് ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഒരു ഹോട്ടൽ നടത്താൻ ഇടയായിരുന്നു, പൈനാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ ഹോട്ടൽ നടത്തി സത്യത്തിൽ അത് അവിടുന്ന് കളക്ട്രേറ്റ് കുയിലുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറിപ്പോയപ്പം കച്ചവടം ഇല്ലെന്നായിപ്പോയി. ഈ ഹോട്ടൽ ആകെപ്പാടെ തകർന്നു. അതാണ് ഞങ്ങളുടെ ഒരു വലിയ തകർച്ചയുടെ കാരണം അതായിരുന്നു. അത് കഴിഞ്ഞൊരു ചെറിയ ടീ ഷോപ്പൊക്കെ പാമ്പാട് പാലിട്ടു. ഈ ടീ ഷോപ്പിൽ എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടൽ പൈനാവിൽ നടക്കുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയുടെ കാലഘട്ടമായിരുന്നു അത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുജന് ഇച്ചിരി പഠിത്തമൊക്കെയാണ്, അവൻ മേശക്കിലൊക്കെ ആയിരിക്കുന്നത്, ബാക്കി എല്ലാവരും അതെ. അപ്പോൾ അവിടെ എനിക്ക് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകുക, മേശ തുടയ്ക്കുക, ഇത് കണ്ടിന്യൂസ് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വല്ലതും താഴെ വീണ് പൊട്ടിയ ഉടനെ മേശയ്ക്കിരിക്കുന്ന അനിയൻ പറയും, അല്ലെങ്കിൽ ചേട്ടൻ പറയും, നിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടുന്നുള്ളല്ലോ. അപ്പോൾ ഞാനും ചിന്തിക്കും, മേശയ്ക്കിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഗ്ലാസ് പൊട്ടണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശരിക്കും പറഞ്ഞാൽ മുറിവേറ്റ ഒരു മനുഷ്യനെന്ന് പറയാൻ പറ്റുമായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ പോകുന്നു. അത് ശരിക്കും ഈ കാലഘട്ടത്തിലേ ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കൂട്ടുകാരും അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ഈ ദുശീലങ്ങളിലേക്കൊന്നും, മദ്യപാനം അല്ല അങ്ങനെയൊക്കെയുള്ള ഇതിലേക്കൊന്നും പോയി ചാടിയില്ല? സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ കാരണം എനിക്ക് ഉള്ളൊരു യേശു അനുഭവം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉള്ളിലുണ്ട്. പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞാലും മദ്യപാനമോ മറ്റ് ഈ ചീട്ട് കളിക്കെന്ന് പറഞ്ഞാലും പൈസ വെച്ച് കളിക്കത്തോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കളികളൊക്കെ നന്നായിട്ടല്ല അറിയാം, ഒരുമാതിരിപ്പെട്ട കളികളെല്ലാം പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ചിഞ്ഞ് പോകുന്നു. കാരണം പിന്നെ ഈ ചീത്ത വാക്കുകൾ പറയുക, ഒരുത്തിന് ഇങ്ങോട്ട് പറഞ്ഞ് 2 അങ്ങോട്ട് തിരിച്ച് പറയുക, അങ്ങനത്തെ പ്രകൃതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും കുറേ തെറ്റാണെന്നൊരു ഫീൽ, വ്യർത്ഥമായൊരു വാക്ക് പറഞ്ഞാൽ പോലും അത് തെറ്റാണെന്ന് കുഞ്ഞുനാളിൽ തന്നെ ആ ഒരു ശീലം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വളർന്നു വന്ന സാഹചര്യം ഇങ്ങനെ അങ്ങ് പോയി ദുരിതങ്ങളിലൂടെ. അതൊരു എന്താ പറയേണ്ടത്, നമുക്ക് ഇപ്പോൾ ചിന്തിച്ചാൽ അതൊക്കെ ഒരു വലിയൊരു പാടായിട്ട് നമുക്ക് തോന്നുള്ളൂ. പിന്നെ അങ്ങനെ ഈ ചാരായ ഷാപ്പിലെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഞാനിങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ നവീകരണത്തിൽ വന്നതിന് ശേഷം പിന്നീട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചാൽ ഈ ടീ ഷോപ്പിനകത്ത് പാത്രം കഴുകുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ അടുക്കളയിലെ പണിയും കൂടെ പഠിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരിത്. ഈ പഠിച്ചത് എനിക്ക് ഇച്ചിരി പ്രശ്നമായി. പിന്നീട് ചെറിയ ടീ ഷോപ്പ് ഇട്ടപ്പം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ പുകകൊണ്ട് ജോലി ചെയ്യാമെന്നുള്ളൊരവസ്ഥയായിപ്പോയി. അവിടെയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ ദുരിതങ്ങളൊക്കെ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നീട് ഞാനിത് പള്ളികളിൽ അച്ഛന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയിലേക്ക് ഞാൻ മാറി.
അവിടുന്ന് പിന്നെ ഇടയ്ക്ക് പിന്നെ കുശിനി അങ്ങനെ ഒരു ജോലിയായി. അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ചോദിച്ചെന്നാൽ ഈ പള്ളികളിൽ അച്ഛന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അവിടെ എന്താണ് ഒരു സക്രാരിയൊക്കെ കാണും. അപ്പോൾ അവിടെ ഞാൻ പോയിരുന്ന് കൂടുതൽ സമയം പോയിരുന്ന് പ്രാർത്ഥിക്കും. ഒത്തിരി സങ്കടങ്ങളുണ്ട് കുടുംബത്തിൽ, അമ്മയുടെ രോഗം, അതുപോലത്തെ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ച് ഒരു പ്രത്യേകമായൊരു അപ്പോൾ ഒരു അനുഭവം, ഒരു ആശ്വാസം കിട്ടുന്നു. അത് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ട് ചാരായക്കടയിൽ ആദ്യമേ അവിടെ ഒരു ഗോഡൗണിൽ കുറച്ച് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജോലി എന്നെ ഏൽപ്പിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി എന്നെ ഏൽപ്പിച്ചു. ഞാൻ അവിടെ പോയി അത് ചെയ്തു. അപ്പോൾ അവിടെ ഉള്ളവർ വളരെ മോശമായ ഒരു ലെവലിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വൃത്തിയായിട്ട ഒരു സ്വഭാവങ്ങൾ, മോശമായ സ്ത്രീകളെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ. ഇപ്പോൾ എന്നെ ഇതിലേക്ക് ഇവരൊക്കെ ക്ഷണിച്ചു, എടാ ഇത് ഇങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ ഇതിന് നമ്മുടെ ഒരു നിഷ്കളങ്കത കൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ അവിടുത്തെ മാനേജരോട് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു, ഒരു കുന്നിനൊരു കുഴിയുണ്ടല്ലോ, ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷേ ഈ പുള്ളി അവരുടെ കൂടെ ആയിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു. എന്താണെങ്കിലും എന്നെ അവിടുന്ന് പിന്നീട് ഇവരെല്ലാം എന്നെ ഭയങ്കര കുത്തുവാക്കുകൾ പറഞ്ഞ് എന്നെ അവിടുന്ന് കൊല്ലുമെന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ വന്നു. അവിടുന്ന് പിന്നെ ഞാൻ അവിടുന്ന് ഒരു വിധത്തിൽ ചാടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാനൊരു ഏലക്കാട്ട് ജോലിക്ക് പോയി. അവിടെയും ഈ പറഞ്ഞതുപോലെ, അപ്പോൾ ഞാൻ ഈ സിനിമാ പാട്ടൊക്കെ പാടും. അവിടെ ഇങ്ങനെ ഏലക്കായൊക്കെ മോഷ്ടിച്ച് വിറ്റ് അവർ മാനേജ്മെൻറ്റ് കുറേ കാശുണ്ടാക്കും. അപ്പം ചാരായമൊക്കെ കൊണ്ടുവന്ന് കുടിക്കുക. അപ്പോൾ ഇവരുടെ കൂടെ കൂടുക, ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കുക. അന്ന് എന്നോട് ഇച്ചിരി കുടിക്കാവോന്നൊക്കെ തോന്നിച്ച് അന്ന് ഞാൻ ഒരു അല്പം എങ്ങാണ്ട് കഴിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്ന് കഴിച്ചു, പിറ്റേ ദിവസം കഴിച്ചാൽ അത് നല്ലതാണ്. അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ക്ഷീണം, പിറ്റേ ദിവസം എഴുന്നേക്കാൻ പറ്റും. അപ്പോൾ എന്നോട് പറഞ്ഞാൽ രാവിലെ ഇച്ചിരി രണ്ടടിച്ചാൽ മതി, ക്ഷീണം പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തീരുമാനിച്ചു വേണ്ട. അപ്പം ഞാൻ ആ രാത്രി ഒത്തിരി പരവേശമൊക്കെ വന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ മദ്യപിക്കത്തില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നാൽ ഞാൻ മദ്യത്തിന് അടിമയാണെന്ന് എനിക്കറിയാം. മദ്യത്തിന് മാത്രമല്ല പല ദുശീലങ്ങളിലേക്ക് പോകാൻ സാധ്യതകൾ വളരെ കൂടുതലുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് ഞാൻ ആ ജോലി വിട്ട് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്ന് ഞാൻ ഈ ക്ലബ്ബും പരിപാടിയായിട്ടൊക്കെ നടക്കുന്ന അവസരത്തിൽ എൻ്റെ ചേട്ടൻ ചോദിച്ചു, ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചു. നീ എന്നാ പോകുന്നത്? അപ്പോൾ അവിടെയും കുശിനിപ്പണിയാണല്ലോ, അപ്പോൾ ഒത്തിരി ദിവസം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനിനി പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനപ്പോൾ ഒത്തിരിയേറെ എന്നോട് അന്ന് വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളവിന് കൊടുക്കരുതെന്ന് പറയുന്ന ഒരു വാക്കൊക്കെ പറയാനും അങ്ങനെ പറഞ്ഞപ്പം ഞാൻ അവിടുന്ന് കഞ്ഞി കുടിക്കാനായിട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു വാക്ക് പറഞ്ഞത്. അത് ഞാൻ കുടഞ്ഞിട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഞാൻ 1 മാസം പൈപ്പ് വെള്ളം മാത്രം കുടിച്ചു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിലെ ചിന്ത പെട്ടെന്ന് കടന്നു വരുന്നത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഈ ആത്മഹത്യ ചെയ്തേക്കാമെന്നൊരു ചിന്ത ചെറുപ്പകാലം മുതലേ എന്നെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ച് നടക്കും. അങ്ങനെ ചിന്തിച്ച് കടന്നു. പിന്നീടാണ് ഈ ഒരു നവീകരണത്തിലെ വന്ന പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വചനം പറയാനോ പ്രഘോഷിക്കാനോ അറിയത്തില്ല. പിന്നീട് ഞാൻ ചെയ്യുന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ കരിസ്മാറ്റിക് പ്രോഗ്രാം നടക്കുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കും. അതായിരുന്നു. പിന്നെ അവിടെയും കൂട്ടായ്മ കൂടി പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ച ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ധ്യാനങ്ങളിൽ നല്ല രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക, ഇങ്ങനെ ഇതാണ്. ഒരിക്കലും ഞാൻ ഒരു ധ്യാനത്തിന് അത് 15,000 പേരോളം ഹൈറേഞ്ച് മേഖല കാത്തലിക് കരിസ്മാറ്റിക് കൺവെൻഷന്, ഈ കൺവെൻഷന് ഞാൻ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രധാനമായിട്ട് വരേണ്ട ഒരു പ്രീച്ചേഴ്സ് ആരോ വന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, തങ്കച്ച പെട്ടെന്ന് കുളിച്ചിട്ട് വാ, സ്റ്റേജിൽ കയറി തങ്കച്ചൻ്റെ ജീവിതാനുഭവമൊക്കെ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയൊരു പറ്റുന്നൊരു പരിപാടിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അതൊരു പ്രാർത്ഥനയുടെ ശക്തി ഇതിനു മുമ്പ് എന്നെ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് എന്നെ 15,000 പേരുടെ മുമ്പിലെ സ്റ്റേജിലോട്ട് കയറ്റിവിടുക ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞു. ആദ്യമൊക്കെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങ് പറഞ്ഞ് ആൾക്കാർ നന്നായിട്ടൊന്ന് ആഘോഷിച്ച് ഭയങ്കരമായിട്ട് ചിരിക്കാനൊക്കെ തുടങ്ങി. 1 മണിക്കൂർ അത് കഴിഞ്ഞ് ഭയങ്കരമായൊരു കയ്യടിയൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്ത പള്ളികളിൽ എന്നെ സാക്ഷ്യം പറയാൻ വിളിച്ചു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതം ഇങ്ങനെ നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നെന്നുള്ളത്. ശരിക്കും അതിനും ശേഷമാണോ ഈ കുമളിയിലെ? അതൊക്കെ കഴിഞ്ഞിട്ടാണ്, അത് ശേഷമാണ്. ഈ 1 ഡേ പ്രോഗ്രാമിനൊക്കെ പോകും. എന്നാലും നമുക്ക് ബൈബിള് പിന്നെ ഒരു ടോക്ക് എടുക്കാനൊന്നും വലിയായിട്ട് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വചനം കോട്ട് ചെയ്ത് നമ്മൾ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുമളിയിൽ എൻ്റെ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ചാരായക്കട ജോലി. അത് യൂണിയൻ സ്റ്റാഫായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിച്ച്
ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ ഞങ്ങളെ കുടുംബത്തിലൊരു ദുരിതം നിറഞ്ഞു പോകുന്ന അവസരത്തിലാണ് എൻ്റെ ചേട്ടൻ വിവാഹം കഴിച്ചത്. ഓസ്ട്രിയയിൽ ജോലിക്ക് പോകാനിരുന്ന ഒരു സഹോദരിയാണ്. ചേട്ടനുമായിട്ട് അവർ കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവദൂതൻ ഒരു ഭവനത്തിലേക്ക് കർത്താവ് അയക്കുന്ന പോലെ ഈ ചേട്ടൻ്റെ വൈഫ് വീട്ടിലേക്ക് വരികയാണ്. വരുന്നതിന് മുമ്പ് തന്നെ ഇളയ പെങ്ങളെ വിവാഹം ചെയ്ത് അയച്ചു. അപ്പോൾ ബാക്കി എൻ്റെ സഹോദരങ്ങളുടെ മക്കളെയും അപ്പം എൻ്റെ അനിയനെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഈ ചേട്ടത്തിയാർക്ക് നല്ലൊരു പങ്കുണ്ട്. ഒത്തിരിയേറെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ പിന്നെ സഹോദരങ്ങളെ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ ഞങ്ങളെ നയിച്ചൊരു കാലഘട്ടങ്ങളാണ്. പിന്നെ അതൊരു കർത്താവിൻ്റെ ഭയങ്കര ഇടപെടലാണ്. അപ്പം ചേട്ടനും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. പോകാനെല്ലാം റെഡിയായപ്പം അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണമല്ലോ. ചേച്ചിയുടെ നിന്ന് കിട്ടുന്ന കാര്യം കൊണ്ട് എല്ലാ കാര്യവും നടക്കത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഈ ജോലി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ആ ജോലി എൻ്റെ പേരിൽ എഴുതി വെക്കുകയാണ്. എനിക്കൊട്ടും താല്പര്യമില്ല, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഈ ജോലിയിലേക്ക് പോവുകയാണ്. ചാരായക്കട ജോലി പോയി. ജോലിക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴും എന്നെ ചാരായം കുടിക്കാൻ നിർബന്ധിക്കുന്നു. മറ്റ് പല പാവത്തിലേക്കും കൂട്ടുകാർ വലിച്ചടിക്കുന്നു. എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ വലിയ നാശത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി വേദന ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തോന്നുന്നു, ദൈവമേ ഞാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വീണു പോകുമോ. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊരു പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ കുമളിയിലുള്ള ഒരു CMI ആശ്രമത്തിൽ ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ഇന്നടത്ത് ജോലി ചെയ്യുന്നയാളാണ്, പിന്നെ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലൊക്കെ വന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരവസരം തരാമോ, മോൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. അത് 2 പേരായി 3 പേരായി ആൾ കൂടാൻ തുടങ്ങി. ഞാൻ ഈ ചാരായക്കടയിലൊക്കെ ജോലി, അപ്പോൾ 3 വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോഴും എനിക്ക് ഈ ഹൈ റേഞ്ച് മേഖല കാത്തലിക് കരിസ്മാറ്റിക് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തീ കത്തിയൊരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഭയങ്കര ആഘോഷമാണ്. അവിടെ ചെന്നാൽ ഒരു ബാഡ്ജൊക്കെ കുത്തി നടക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിൻ്റെ മുമ്പിൽ ഒരു വിലയില്ലാതെ നടന്ന് നമ്മളെ ഒരു അല്പമെങ്കിലും വിലയുള്ളതാക്കിയത് ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ചാരായക്കട ജോലി ചെയ്യുന്ന അവസരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിസ്മാറ്റിക് കൺവെൻഷൻ വന്നു. ഞാൻ നേരത്തെ തന്നെ ലീവെല്ലാം എഴുതിയിട്ട് നമ്മുടെ നമുക്കൊരു ബൂസ്റ്റ് കിട്ടുന്നൊരു സ്ഥലമല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ പോരും. അപ്പം എന്നെ പ്രാർത്ഥനാ ജീവിതത്തിലൊരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ വേറെ നാശത്തിലേക്കൊന്നും ഞാൻ പോയിട്ടുമില്ല. ഈ ചാരായക്കടയിൽ എത്ര കാലം ജോലി ചെയ്തു? 3 വർഷക്കാലം ജോലി ചെയ്തു. അതിനിടയ്ക്കാണ് ഞാൻ ഈ ആദ്യത്തെ കൺവെൻഷൻ ഞാൻ വരിക. ചാരായക്കട ജോലി പോയിട്ട് കൺവെൻഷൻ വരികയാണ്. കൺവെൻഷന് വന്നിട്ട് എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു സംഭവം, എന്നെ എത്രമാത്രം പരിചയമുള്ളവർ എന്നെ ഒന്ന് നോക്കുവോ ഒന്ന് ചിരിക്കുവോ, ഒരു സന്തോഷത്തിൻ്റെതായ ഒരു ഇതും എനിക്ക് കാണുന്നില്ല. കാരണം കരിസ്മാറ്റിക് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമാണ് ആദ്യകാലം മുതലുള്ളത്. അപ്പോൾ ഞാനിവിടെ അങ്ങ് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ എനിക്ക് വരികയാണ്. നമുക്ക് വാഡ്ജ്യം കിട്ടിയിട്ടില്ല, ഒരു കാര്യം ഏൽപ്പിക്കത്തില്ല. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ ചാരായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ഞാൻ ഒരു ദിവസം കഷ്ടിച്ച് അവിടെ നിന്ന് രാത്രി എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എനിക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ബൈബിൾ തുറന്ന്, ഒരു കുഞ്ഞ് ബൈബിൾ എൻ്റെ കയ്യിൽ, അത് തുറന്നപ്പോൾ എനിക്ക് 1 പത്രോസ് 1:7 വചനം. അന്ന് ഞാൻ കാണാപ്പാടം പഠിച്ചാണ് ഈ വചനം. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന നിൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു വചനം എനിക്ക് വന്നപ്പോഴത്തേനും ഇതൊരു അഗ്നിശോധനയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക്. പെട്ടെന്ന് ഒരു കാർമേഘം പോകുന്ന പോലെ എന്നിൽ നിന്ന് ഈ ഒരു അസ്വസ്ഥതകളെല്ലാം മാറി. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടുന്ന് പോന്നു. പൂർത്തിയാക്കാൻ പറ്റിയില്ല എനിക്ക്. പോയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പിന്നെ അപ്പം വീടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ആ സമയത്തൊക്കെ എനിക്ക് ഈ പാമ്പാടുംപാറയിൽ വീടായി. എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് വീടിനോട് ചേർന്ന് ഒരു കള്ള് കച്ചവടം നടത്തുന്നുണ്ട് ഒരാൾ. അതങ്ങനെ. അപ്പോൾ ആൾക്കാരെല്ലാം വിചാരിക്കും ഇത് എൻ്റെ വീട് ഞാൻ കള്ള് ഷാപ്പിന് കൊടുത്തേക്കുന്ന. അത് ആ വ്യക്തിയുടെ വീടാണ്, എൻ്റെ അല്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്ഥലം 10 സെൻറ്റ് നേരത്തെ വിറ്റതിനകത്ത് വന്ന വീടാണ്. അപ്പോൾ ആ വ്യക്തി രഹസ്യമായിട്ട് ചാരായമൊക്കെ നടത്തുന്നു. അപ്പോഴത്തേക്ക് അതും ഞാൻ കൊടുത്തു. ഇപ്പം നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് വരാനായിട്ട് തുടങ്ങി. ഇതൊക്കെ കേൾക്കുക എന്നല്ലാതെ നമുക്ക് ആരെയും തിരുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ ചാരായക്കട ജോലി ചെയ്യുന്നു. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞാനിങ്ങനെ ആശ്രമത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചാരായക്കടയിൽ ഞാൻ ഗോഡൗണിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊരു 114ഓളം സ്റ്റാഫുണ്ട്. അപ്പോൾ അത്രയും പേരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് രാവിലെ 9 മണി മുതൽ 1 മണി വരെ എനിക്ക് വർക്കുള്ളൂ. മാസത്തിൽ 15 ദിവസം എനിക്ക് ജോലിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഞാനിങ്ങനെ ചാരായത്തിൻ്റെ റൂട്ടിൽ പോകണം, വണ്ടിയിൽ പോകണം. വണ്ടിയിൽ പോയി ചാരായ കടകളിൽ ഇത് ഇറക്കി വെക്കണം. ഞാനീ പോകുന്ന വഴിക്ക് തേയിലക്കാട്ടിലൊക്കെ ഈ കഷ്ടപ്പെട്ട് വെയിലത്തുനിന്ന് പണിയുന്ന മനുഷ്യർക്ക് എൻ്റെ ഉള്ളിൽ വേദനയ്ക്ക് ഭയങ്കരമായിട്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ
കഷ്ടപ്പെട്ട് ഇത്രയും രാവിലെ കഷ്ടപ്പെട്ട് ഈ പൈസ കൊണ്ടുവന്ന് ചാരായം കുടിക്കുകയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഗോഡൗണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഞാനിത് സീൽ ചെയ്യുമ്പോഴെല്ലാം ഇത് കുടിക്കുന്നവൻ്റെ മനസ്സ് മാറിപ്പോണേ. അപ്പോൾ എനിക്ക് ഇവരോട് ഭയങ്കര വേദനയാകാൻ തുടങ്ങി, മദ്യപിക്കുന്നവരോട്. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് ജോലി കഴിയുമ്പോൾ ഞാൻ ഫ്രീയാണ്. വന്നിട്ട് ഞാൻ മിക്കപ്പോഴും ഞാൻ വൈകുന്നേരം ആശ്രമത്തിൽ പോയി പ്രാർത്ഥിക്കും. പകൽ സമയം ഞാനിങ്ങനെ ചാരായ ഷോപ്പിൻ്റെ അവിടെ പോയി നിൽക്കും. എനിക്ക് ആൾക്കാരെ പരിചയപ്പെടാൻ എളുപ്പമാണ്. ഞാനിങ്ങനെ പരിചയപ്പെട്ടിട്ട് ഈ ചേട്ടന്മാരുടെയൊക്കെ വീടുകളിൽ ഞാൻ പോകാൻ തുടങ്ങി. വീട്ടിൽ ചെന്ന് ചേട്ടാ ഇങ്ങനെ കുടിച്ചു പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത് അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുത്തേച്ച് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പൈസ കൊടുത്ത് ഞാൻ ഇവരെ ഡിവൈനിലും പല സ്ഥലത്തും ധ്യാനത്തിന് വിടും. ധ്യാനം കഴിഞ്ഞ് വന്നാലും ഞാൻ ഇവരുടെ പുറകെ നടക്കും, ഇത് വീട് പോകാതിരിക്കാൻ. എന്നിട്ട് ഞാൻ എടുക്കും ഇവരെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. അപ്പോൾ ഗിരിജ്യോതി ആശ്രമം എന്ന് പറഞ്ഞ് കുമളിയിൽ CMIക്കാരുടെ ആണ്, അവിടെ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ അവിടെ ഒരു വ്യാഴാഴ്ച വൈകിട്ട് എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 5 മണി മുതൽ 8:30 വരെ പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥന നന്നായിട്ടങ്ങ് പോവുകയാണ്, ശുശ്രൂഷകൾ കൂടി. ആ കാലഘട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സഹനമാണ്. സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാരായക്കട ജോലി ചെയ്തേച്ച് അവിടെ ആശ്രമത്തിൽ പ്രാർത്ഥന, ആൾക്കാർ കൂടാൻ തുടങ്ങി, ജനം പറയാൻ തുടങ്ങി അവന് പിശാച. കാരണം പകൽ മുഴുവനും ചാരായക്കട ജോലി ചെയ്തിട്ട് വൈകിട്ട് പ്രാർത്ഥന നടത്തുന്നവന് എനിക്കൊന്നും അവരെ മറുപടി പറയാനില്ല അവരോട്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം മനുഷ്യൻ പറയും. പക്ഷേ അതെ അതെ, എൻ്റെ ഉള്ളിൽ കത്തുന്ന തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനുഭവം കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ചാരായം കുടിച്ചിട്ടുമില്ല. കാരണം നിവൃത്തിയേട് കൊണ്ട്. കാരണം ഞാനിവിടെ ഈ ജോലി നിർത്തിയ കുടുംബത്തിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അമ്മയുടെ രോഗങ്ങളും ആശുപത്രി കേസുകളല്ലെന്ന് പറഞ്ഞാൽ ഇത് കൂടി വരികയല്ലേ. അത് ഭയങ്കരമായ ഒരു സഹനത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അങ്ങനെയെല്ലാം വന്നു. ചാരായക്കട കുമളി അറിഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കുമളി ടൗണിൽ ഏറ്റവും കൂടുതൽ ആ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് കുമളി ചാരായ ഷാപ്പ്. അവിടെ കച്ചവടം ഇല്ലെന്നായി. ചുരുക്കി പറഞ്ഞാൽ ഈ കള്ളു കുടിക്കാൻ വരുന്നവരെ മുഴുവൻ നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിലാക്കി കണ്ടുപിടിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുപോയി മാനസാന്തരപ്പെടുത്തി കടയിലെ കച്ചവടം പൂട്ടിക്കും. കച്ചവടം പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചില്ല. ഞാനും എൻ്റെ വർക്ക് നടത്തുകയാണ്, ജോലി ചെയ്യുന്നു. ഇവരെ പിടിച്ചുകൊണ്ടുവന്ന് ധ്യാനത്തിന് വിടുക, അവരുടെ പുറകെ നടക്കുക, അവരുടെ വീട്ടിൽ പോയി അവരെ കൊണ്ടുവരിക. ഞാൻ അങ്ങനെ വീട് കയറുമായിരുന്നു. അന്നൊക്കെ പോയിരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുടുംബങ്ങളിലും പോയിരുന്ന് അവർക്ക് വേണ്ടത് വലിയ പഠനമൊന്നും ഇല്ലെങ്കിലും തക്ക സമയത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ചാരായക്കടയിൽ കച്ചവടം കുറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റ് അന്വേഷിച്ചത് തന്നെ കാരണം എന്നെ അന്വേഷിച്ചപ്പോൾ സംഭവം ആൾക്കാർ എന്നെ കൂടെ ഒറ്റ കൊടുത്തു. എനിക്ക് 114 സ്റ്റാഫും മാനേജ്മെൻറ്റെല്ലാം കൂടി എനിക്ക് നോട്ടീസ് തന്നു. ഒന്നെങ്കിൽ ചാരായക്കട ജോലി ചെയ്യുക, പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോക്കോ ജോലി പഴിച്ചു പോക്കോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, 7 ദിവസം വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് തന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ജോലി കളഞ്ഞേച്ച് വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ചേട്ടനോടൊക്കെ പറഞ്ഞാൽ പ്രശ്നമാകും. നീ എന്നാ വിചാരിച്ചോണ്ടാ? ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കും, നീ കരിസ്മാറ്റിക് നടന്ന വയറ്റിലോട്ട് വല്ലതും പോകുമെന്നൊക്കെ എന്നോട് ചോദിക്കായിരുന്നു. അപ്പം അന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്താണെങ്കിലും പ്രാർത്ഥനാ ജീവിതം വിട്ട് എനിക്ക് പറ്റത്തുമില്ല. ജോലി അന്നത്തെ അവസ്ഥയിൽ എനിക്ക് ഉപേക്ഷിക്കാൻ എനിക്ക് ഉപേക്ഷിക്കാൻ മടിയൊന്നുമില്ല. എന്താണെങ്കിലും ഇത്രയും വയറ് കഴിയേണ്ടതാണ്. അതെ, അതുകൊണ്ട് ഞാൻ പതുക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ ലെറ്ററുമായിട്ട് വന്നു. ഒരു 3-ാമത്തെ ദിവസം എനിക്ക് അവിടെ തീഷ്ണമതികളായ കുറേ ചെറുപ്പക്കാരുണ്ട്. ഇന്ന് ഒരു നല്ല വചനപ്രഘോഷകരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈദികരായിട്ടുള്ളവരുണ്ട്, ആ കൂട്ടത്തിലുള്ളവർ വൈദികരായവരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ലെറ്ററും വെച്ച് ഞങ്ങളവിടെ രാത്രിയിൽ മുഴുവൻ പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഇവരങ്ങ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു 5-ാമത്തെ ദിവസമോ 6-ാമത്തെ ദിവസമോ ആൻ്റണി സർക്കാർ ചാരായം നിരോധിച്ചെന്നുള്ള വാർത്തയാണ് വരുന്നത്. 7-ാമത്തെ ദിവസം ഞാൻ ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കണം. പക്ഷേ സകലരെയും പണി തുടങ്ങി. എനിക്ക് ഇത് നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ പോലെ ഈ കയ്യിലെ പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാർ ഈ തീഷ്ണമതികളായിട്ട് ഇവരൊക്കെ ഒരു തീഷ്ണത കൂടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്നിലിച്ചിരി തീ കത്തിയെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ എൻ്റെ ഈ പറഞ്ഞ ഈ ചെറുപ്പക്കാരിലേക്കെല്ലാം കത്തുവാണ്. കാരണം ഇവർ ഉള്ളൊരുകി അതുപോലെ തമ്പുരാനെ വിളിക്കുകയാണ്. ആ ഒരു അനുഭവമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ശരിക്കും പറഞ്ഞാൽ ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചപ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷിച്ച ഏക ചാരായ ഷാപ്പിലെ തൊഴിലാളി തങ്കച്ചൻ ചേട്ടൻ. തീർച്ചയായിട്ടും ഞാനും എൻ്റെ കൂടെയുള്ള ആ പ്രാർത്ഥിച്ചവരും അച്ഛന്മാരും ഒക്കെയാണ് ശരിക്കും പറഞ്ഞത്. കാര്യം ഒരുപാട് കുടുംബങ്ങൾ ആ സമയത്ത് കഷ്ടതയിലായി, ചിലർ ആത്മഹത്യ ചെയ്ത വലിയൊരു വരുമാനമാണ്. പിന്നെ നിരോധിച്ച ദിവസം തന്നെ കേരളത്തിൽ 5 പേര് ആത്മഹത്യ ചെയ്തു. തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം. കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇത് നിർത്തി ഇത് വലിയ വരുമാനം മുട്ടുന്നു. മാത്രമല്ല ഇവർ നല്ല കഴിക്കുന്നവരല്ലേ, ഇവർക്ക് ഓസിലാണ് കഴിക്കുന്നത്. കാരണം ചോദിച്ചെന്നാൽ പിന്നെ ഇവർ ഒരുപാടൊക്കെ എനിക്കറിയാം, ഇവരൊക്കെ കട്ടുകൊണ്ട വിൽക്കി എക്സ്ട്രാ പൈസ ഇവർക്കുണ്ടാകും. ഈ വരുമാനം മുഴുവൻ അവർക്ക് മുട്ടി.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവുമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തുന്ന തീ ആളുന്ന ഒരു അനുഭവമായിരുന്നു. തീ അങ്ങോട്ട് ആളിക്കത്താൻ തുടങ്ങി. അത് തീർച്ചയായും. ഏതായാലും വളരെ രസകരവും സംഭവബലവുമായ അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം ഇവിടെ കഴിയുകയാണ്. അടുത്ത ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് മുഴുവൻ സമയ ശുശ്രൂഷകൻ എന്നുള്ള ആ തലത്തിലേക്ക് ഉയരുവാൻ ദൈവം സഹായിച്ച, ദൈവം വഴി നടത്തിയ അനുഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. തങ്കച്ചൻ പാമ്പാടുംപാറ ബ്രദറിൻ്റെ ആ തീക്ഷ്ണമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, അതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി.